നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാന ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ മാർച്ച് മാസത്തിലാണ്. പിന്നെ ജൂണിലുള്ളത് സ്വാഭാവികമായിട്ടും സന്നാഹ മത്സരങ്ങൾക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പായി. അപ്പോൾ അതുകൊണ്ട് ഹൈ പ്രൊഫൈൽ മാച്ചസൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കളിക്കണമെങ്കിൽ ഇപ്പോഴാണ് നടക്കുക. ബ്രസീൽ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിന് 16-ാം തീയതി, അതായത് മാർച്ച് 16-ന് കോച്ച് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള പ്രിലിമിനറി ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് എന്നത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതിൻ്റെ ചില സൂചനകളൊക്കെ ഇപ്പോൾ ഗ്ലോബ് പുറത്തുവിട്ടിട്ടുണ്ട്. കൂടാതെ TNT സ്പോർട്സ് ബ്രസീൽ കൺഫേം ചെയ്യുന്നൊരു കാര്യം, ബ്രസീലിന് മറ്റൊരു താരത്തെ കൂടി വേൾഡ് കപ്പിന് നഷ്ടമാകുന്നു. റോഡ്രിഗോയെ നഷ്ടമായി, നമ്മൾ കണ്ടല്ലോ. അത് കൂടാതെ ഇതാ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ബ്രസീൽ പ്രതീക്ഷിക്കുന്ന താരം വാൻഡേഴ്സന് തൈ മസിലിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടതുണ്ട് എന്നാണിപ്പോൾ TNT ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് അറ്റ്ലീസ്റ്റ് 8 വീക്സ് 2 മാസക്കാലമെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് പരിക്കിൽ നിന്ന് മുക്തനായി വന്നാൽ പോലും ഗെയിം റിതവും മറ്റുമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കില്ല. വേൾഡ് കപ്പിനുള്ള ഒരു കോളപ്പിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ഡിഫിക്കൽട്ടാണ് എന്നാണ് ഇപ്പോൾ TNT ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ബ്രസീലിന് മറ്റൊരു തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി പ്രിലിമിനറി ലിസ്റ്റിൽ നെയ്മർ ഉണ്ട് എന്നുള്ള വാർത്ത ഇന്നലെ വലിയ രൂപത്തിൽ പ്രചാരം നേടിയിരുന്നു. പക്ഷേ നെയ്മർക്കിപ്പോൾ ഇന്നത്തെ മിറാസോളിനെതിരെയുള്ള മത്സരം കളിക്കാൻ പറ്റുന്നില്ല. കാർലോ അഞ്ചലോട്ടി ആണെങ്കിൽ ഈ കളി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നെയ്മറെ നിരീക്ഷിക്കാനായിരുന്നു പ്രാഥമികമായ പ്ലാൻ. ഇപ്പോൾ നെയ്മർ കളിക്കുന്നില്ല. അപ്പോൾ നെയ്മറുടെ കോളപ്പ് എന്താവുന്നുള്ളത് കണ്ടറിയണം. എന്നാൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള മറ്റ് താരങ്ങളുടെ കാര്യം നോക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അതായത് അതായത് ബേൺമൗത്തിൻ്റെ താരമായിട്ടുള്ള റയാൻ അഞ്ചലോട്ടിയുടെ പ്രിലിമിനറി ലിസ്റ്റിലുണ്ട്. അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട മാറ്റം, ഒരു മെയിൻ നോവൽറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ മാറ്റം റയാൻ ഉൾപ്പെടുന്നതായിരിക്കും. ആഞ്ചലോട്ടി അതുപോലെ തന്നെ മറ്റു ചില ഫോർവേഡർ, ഇപ്പോൾ ഇഗോർ തിയാഗോ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കാർലോ അഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. ബ്രെൻഫോർഡിൻ്റെ താരമായിട്ടുള്ള ഇഗോർ തിയാഗോ, അതുപോലെ തന്നെ ലിയോണിൻ്റെ എൻട്രിക്ക്, ഈ 2 താരങ്ങളും ഇപ്പോൾ പ്രിലിമിനറി ലിസ്റ്റിലുണ്ട്. പിന്നെ ഫ്ലെമിംഗോയുടെ ലിയോ പെരീര, അതോടൊപ്പം യുവൻറ്റസിൻ്റെ ബ്രമർ, ഈ താരങ്ങളെ പരിഗണിക്കുന്നു. ഇപ്പോൾ ബ്രമറൊക്കെ പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും എത്ര മിലിറ്റാവോക്ക് ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹം കളിക്കില്ല. അതോടൊപ്പം തന്നെ അലക്സാൻഡ്രോ റിബൈറോ, അദ്ദേഹം ഇപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ബ്രസീലിന് വേണ്ടി കളിച്ചപ്പോൾ മികച്ച പ്രകടനം നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ക്ലബ്ബിൽ അത്ര മികവ് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ബ്രമറയൊക്കെ കോച്ച് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്ന് ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചില മാറ്റങ്ങൾ ഈ ഒരു കോളപ്പിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതിലേക്കാണ്. കാത്തിരിക്കാം. ബ്രസീലിൻ്റെ കോളപ്പിന് വേണ്ടി 16-ാം തീയതിയാണ്, മാർച്ച് 16-നാണ് പ്രഖ്യാപനം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.